അന്ന് പോലീസിനോട് പറഞ്ഞവരും ചാനലുകാരോട് പറഞ്ഞതിൽ നിന്നും ഒരു 2 പേര്, ഒരു ഭാര്യയും ഭർത്താവുമാണ്. ശിവരാജൻ എന്ന് പറഞ്ഞൊരു 75 വയസ്സുള്ള റിട്ടയർ എംപ്ലോയിയും അയാളുടെ ഭാര്യയും. അവരൊന്ന് ഇത് കണ്ടതാണ് എന്ന് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ അയാൾ വീട്ടിലേക്ക് ഈ കൃത്യത്തിന് ശേഷം കയറി കണ്ടു എന്ന് പറഞ്ഞ ആൾക്കാർ ഞാൻ 3-4 ദിവസമായിട്ട് അയാളെ കാണാൻ ശ്രമിച്ചു. മിനിയാന്ന് കണ്ടപ്പോൾ സാർ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാനൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരില്ലെങ്കിൽ നമുക്ക് മറ്റ് തെളിവുകളുണ്ട്. നമ്മൾ ഇവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്താനായിട്ട് പാലക്കാട് JFC മണ്ണിലെ ബഹുമാനപ്പെട്ട കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ആൾറെഡി ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഒരു 2 ദിവസമായി കൊടുത്തിട്ട് അതിൻ്റെ നടപടികളുണ്ടാവും. പിന്നെ കേസിലേക്കായിട്ട് നമുക്ക് സയൻറ്റിഫിക് എവിഡൻസ് ഇഷ്ടം പോലെയുണ്ട്. കുറ്റകൃത്യം പ്രൂവ് ചെയ്യാനായിട്ടുള്ള സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്, മറ്റ് സാഹചര്യ തെളിവുകളും സാക്ഷികളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെയൊന്നും അല്ല ഇപ്പോൾ പലരും പറയുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പേടിച്ചിട്ടൊന്നുമില്ല, കോടതിയിൽ വന്ന് നിൽക്കാനുള്ള ഒരു മെനക്കേട്. ഇനി ഒരാൾ പറഞ്ഞത് ഇയാളെങ്ങാനും ജയിലിൽ ചാടി വന്നാലും ഞങ്ങളെ കൊന്നാലോ എന്ന്, ഇതൊക്കെ ഓരോ തോന്നലുകളല്ലേ. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് കൂറുമാറിയതുകൊണ്ടൊന്നും പറ്റില്ല, കേസിനൊന്നും പറ്റില്ല. അത് നമ്മുടെ DIG സാറ് SP സാറൊക്കെ അത് മോണിറ്റർ ചെയ്ത് പോകുന്നുണ്ട്. കേസ് അതിന്റെ തീരുമാനമായിട്ടില്ല, കോടതികൾ ഏതാണെന്ന് അത് പിന്നെ അറിയുള്ളൂ. ഇല്ല, രഹസ്യമൊഴി ഇപ്പൊ ഇനി ട്രയൽ വരുന്ന സമയത്ത് ഇവരാരെങ്കിലും വല്ല സ്വാധീനത്തിന് വഴങ്ങുമോ അല്ലെങ്കിൽ ആരാണ് എന്താണെന്നൊന്നും ചിലപ്പോൾ ആ സമയത്ത് എന്തിനാ നമ്മളിതിന് മെനക്കെടുന്നത് എന്നൊരു തോന്നലുണ്ടാവും എന്നുള്ളത് കൊണ്ട് നമ്മൾ രഹസ്യമൊഴി സാധാരണ എല്ലാ കേസുകളിലും ഒരു സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ മൊഴി രേഖപ്പെടുത്താറുണ്ട്. 183 BNSS പ്രകാരം അത് ഇപ്രാവശ്യം ചെയ്യുന്നു. അത്രേ 8 പേര് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കിട്ടും. കുറ്റപത്രമൊക്കെ കൊടുക്കും, പെട്ടെന്ന് കൊടുക്കും. അത് നമ്മുടെ SP സാർ, അജിത് സാർ, പിന്നെ ഹരിശങ്കർ സാർ DIG. അത് ഡേ ടു ഡേ മോണിറ്ററിംഗ് ആണ്. 3 ദിവസം കൂടുമ്പോൾ ഒരു മീറ്റിംഗ് SP സാർ വെക്കുന്നുണ്ട്. ഒരാഴ്ചയിലൊരിക്കൽ. ഇന്നിപ്പോൾ 18 ദിവസമായി സംഭവം നടന്നിട്ട്. ഹരിശങ്കർ സാറ്, DIG സാറ് അത് കറക്റ്റായിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ്, നമ്മുടെ അതിൻ്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തുന്ന DIG സാറും. മിനിയാന്ന് SP സാർ ഇവിടെ വന്നിരുന്നു. ഒരു 2 മണിക്കൂർ ഡിസ്കഷൻ ഉണ്ടായിരുന്നു 2019 കേസിൻ്റെയും ഈ കേസിൻ്റെയും. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രോപ്പറായി നടന്നുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഈ 1-2 ആൾക്കാർ ഒരു അരമണിക്കൂർ കോടതിയിൽ വന്ന് നിൽക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പ്രതിഭാഗം വക്കീൽ ചോദിക്കുമ്പോൾ നമ്മൾ മോഹാത്സ്യപ്പെട്ട് വീഴുമെന്നൊക്കെ തോന്നലുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത്രയേ ഉള്ളൂ. എന്തായാലും അന്വേഷണത്തെ ഒന്നും ബാധിക്കില്ല. സയന്റിഫിക് എവിഡൻസ് ഒക്കെ സ്ട്രോങ് ആണ്, കിട്ടിയെന്നല്ല കിട്ടും. അപ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഇൻവെസ്റ്റിഗേഷന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ്.